എല്ലാവർക്കും മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ആൾജിബ്ര കോംപ്ലക്സ് അനാലിസിസ് മൊഡ്യൂൾ 3 ആണ്. ഇതും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യും. പിന്നെ ഞാൻ മൊഡ്യൂൾ 3 അങ്ങ് എടുക്കാന്ന് വെച്ചു, കാരണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മാർക്ക് മേടിച്ചു പോകാൻ പറ്റുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ 3. സോ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ഉറപ്പാണ്. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചൊരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്. അപ്പൊ അത് നിങ്ങൾ എക്സാമിന് മാർക്ക് മേടിച്ചിരിക്കണം. അപ്പൊ അത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഫസ്റ്റിലെ ഒരു മാർക്ക് മേടിക്കാനുള്ള പെട്ടെന്ന് ഉള്ള വഴി സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഈ മൊഡ്യൂളിലായാലും അടുത്ത മൊഡ്യൂളിലായാലും നമുക്ക് എന്തുണ്ട്, സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അടുത്ത മൊഡ്യൂളിൽ നമുക്ക് റെസിഡിയും കൂടെ കയറി വരുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു നമ്മൾ നല്ല രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കണം കേട്ടോ. ഇപ്പൊ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇതാണ് ഫോർമുല. എഫ് ഓഫ് ഇക്സഡ് ബൈ ഇക്സഡ് മൈനസ് എ ഡി ഇക്സഡ് ഇതൊരു ക്ലോസ്ഡ് ഇന്റഗ്രൽ ആണ്. ഇപ്പൊ സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവ് ആണ്. ക്ലോസ്ഡ് കർവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ, ഒരു സർക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവ് അല്ലേ. ഓക്കെ, dx 2πi into f of a, അതായത് ഈ a നേരെ ഇവിടെ വരും f of a. ഈ ഒരു ഫോർമുല അങ്ങ് പഠിച്ചോ. ക്ലോസ്ഡ് കർവ് c ഇന്റഗ്രൽ ഓവർ f of x by x minus a dx equal to 2πi into f of a. അപ്പൊ ഈ ഒരു ഫോർമുല പെട്ടെന്ന് അങ്ങ് പഠിച്ചോ. വെരി വെരി ഇമ്പോർട്ടന്റ്, എക്സാമിന് ഉറപ്പാണ് കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു പ്രോബ്ലം കിട്ടി. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ച് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം കിട്ടി. ഒരു മാർക്ക് അപ്പോഴേ ഉറപ്പിക്കാം. വളരെ പെട്ടെന്ന് തന്നെ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് 100% ക്വസ്റ്റ്യന് ഒരു ഫ്രാക്ഷൻ ആയിരിക്കും കാണുന്നത്. ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ അങ്ങ് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ നിങ്ങൾ സിംഗുലർ പോയിന്റ് എന്ന് എഴുതണം. ഞാൻ SP എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആരാണ്, z minus 2 ഈക്വൽ ടു എന്താണ് 0. അവിടെ z ഈക്വൽ ടു 2. അപ്പൊ ഇതാണ് നമ്മുടെ സിംഗുലർ പോയിന്റ്. ഇപ്പൊ തന്നെ നമുക്ക് ഒരു മാർക്ക് അവിടെ വീഴും. സിംഗുലർ പോയിന്റ് നല്ലോണം ശ്രദ്ധിച്ചൊന്ന് കണ്ടുപിടിച്ച് വെക്കണം കേട്ടോ. ഇനി ഈ സിംഗുലർ പോയിന്റ് ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ സി എന്ന് പറയുന്ന ഒരു കർവ് വരും. ഇതിന്റെ ഒരു നല്ല ലോജിക്കാണ്, പെട്ടെന്ന് കേട്ടോ, ഇപ്പൊ തന്നെ പഠിച്ചോ കേട്ടോ. ഈ സി എന്ന് പറയുന്ന ഒരു കർവ് നമുക്ക് അവർ എക്സാമിന് ക്വസ്റ്റ്യൻ തരും. ഈ എ എന്ന് പറയുന്ന നമ്മുടെ സിംഗുലർ പോയിന്റ് ഉണ്ടല്ലോ, ഈ എ എന്ന് പറയുന്ന സിംഗുലർ പോയിന്റ്, അതായത് x minus a equal to 0, x equal to a ആണല്ലോ. ആ സിംഗുലർ പോയിന്റ് ലൈ ചെയ്യുന്നത് അവർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കർവിനുള്ളിലാണെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാം. 2πi into f of a എന്ന് പറഞ്ഞ് ഉത്തരം എഴുതാം. ഇനി കർവിനുള്ളിൽ അല്ലെങ്കിൽ നമുക്ക് ആൻസർ 0 ആയിരിക്കും. അപ്പൊ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. കർവിനുള്ളിലാണെങ്കിൽ 2πi into f of a എഴുതാം. കർവിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും, 0. സോ അപ്പൊ ഫസ്റ്റ് ഞാൻ എന്ത് കണ്ടുപിടിച്ചു വെച്ചു, സിംഗുലർ പോയിന്റ് കണ്ടുപിടിച്ചു വെച്ചു, x equal to 2. ഇനി നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളത്, ഇപ്പൊ നമുക്ക് കർവ് വരയ്ക്കണം അല്ലെ. ഓവർ എ കർവ് mod x equal to 3. mod x equal to 3 ആണ്. ഞാൻ കർവ് പെട്ടെന്ന് ക്വസ്റ്റ്യൻ എഴുതാൻ വിട്ടുപോയതാണ്. കർവ് എന്ന് പറയുന്നത് mod x equal to 3 ആണ്. വേർ c is a region mod x equal to 3 എന്നുണ്ട് കേട്ടോ. c എന്ന് പറയുന്നത് എന്താണ്, mod x equal to 3 ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ c എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ എന്താണ് ഈ mod x equal to 3 എന്നുള്ളത്, അവര് 100% ഉറപ്പാണ് എക്സാമിന് കർവ് c തന്നിരിക്കും. ആ സി വെച്ചിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ ഫസ്റ്റിലെ നമ്മുടെ ജോലി സി വരയ്ക്കുക. അപ്പൊ അതിന് അവിടെ മാർക്ക് കിട്ടിക്കോളൂ. സിയുടെ വരയ്ക്കുന്നതിന്റെ മാർക്ക് കിട്ടും. സോ mod x equal to 3. അപ്പൊ പലർക്കും അറിയത്തില്ല ഇത് എന്തോ സംഭവം എന്ന്. mod x equal to a, mod x, ഇപ്പൊ നിങ്ങൾക്ക് ഇതറിയാം, x minus h whole square plus y minus k whole square is equal to r square എന്തോന്ന് അറിയാം, പെട്ടെന്ന് പറഞ്ഞേ, സർക്കിൾ. സോ അപ്പൊ mod x equal to 3 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മോഡുലസ് ഓഫ് x minus a is equal to r എന്നുള്ള ഫോർ. ഇത് സർക്കിളിന്റെ മറ്റൊരു നൊട്ടേഷൻ ആണ്. ഇതും സർക്കിളാണ്. മോഡുലസ് ഓഫ് x minus a is equal to r എന്ന് പറയുന്നത് സർക്കിൾ ആണ്. അവിടെ a എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. r എന്ന് പറയുന്നത് എന്തോ, സർക്കിളിന്റെ റേഡിയസ്. സംശയങ്ങളൊന്നുമില്ല. r കാണുമ്പോഴേ അറിയാം റേഡിയസ് ആണെന്ന്. a എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പൊ ഇതാണ് മോഡുലസ് ഫോമിൽ നമ്മൾ സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നൊട്ടേഷൻ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി എനിക്ക് ഫസ്റ്റ് എന്താ ചെയ്യാൻ പറ്റുന്നത്, മോഡുലസ് ഓഫ് ഇവിടെ x ഉണ്ട്, a എന്ന് പറയുന്നത് എന്തായിരിക്കും, x-ന് 0 പോയാൽ തിരിച്ച് x തന്നെ കിട്ടുമല്ലോ. അപ്പൊ ഇത് കറക്റ്റ് ആണല്ലോ. ഈക്വൽ ടു r എന്ന് പറയുന്നത് എന്താണ്, 3. മോഡുലസ് ഓഫ് x minus 0 ഈക്വൽ ടു 3. കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, 3 യൂണിറ്റ്സ് ആണ്. അപ്പൊ സെന്റർ എന്ന് പറയുന്ന ഒറിജിൻ ഞാൻ ഒന്ന് വരയ്ക്കാൻ പോവാണ്. റേഡിയസ് 3 യൂണിറ്റ്സ്. അപ്പൊ ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടും. ഇവിടെ 3 minus 3 3 minus 3. ഓക്കെ, സംശയങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി നിങ്ങൾ നോക്കിയേ, നമ്മുടെ സിംഗുലർ പോയിന്റ് x equal to 2 ആണ്. 2 എന്നുള്ള പോയിന്റ് എവിടെ വരുന്നത്, then ഇവിടെ അല്ലേ വരുന്നത് 2. എന്തായാലും 2 കഴിഞ്ഞതിന് ശേഷമാണല്ലോ 3 വരുന്നത്. അപ്പൊ നമ്മുടെ സിംഗുലർ പോയിന്റ് അവർ പറഞ്ഞിരിക്കുന്ന കർവിനുള്ളിലാണോ, ആണ്. അപ്പൊ നമുക്ക് ഉത്തരവുണ്ട്. ആ ഉത്തരവാണ് ദണ്ടി കിടക്കുന്നത്. ആ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കണം. ഇനി ഇതിന് പുറത്താണെന്ന് വെച്ചോ, ആൻസർ നേരെ എന്ത് എഴുതാൻ പറ്റും, 0. നല്ല രീതിയിൽ ലോജിക്ക് പിടികിട്ടിയല്ലോ. സോ അപ്പൊ 2πi into f of a ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. സോ ഞാൻ ശ്രദ്ധിച്ച്, അപ്പൊ നമുക്ക് ആരെ കണ്ടുപിടിക്കണം, f of a വേണം. a എന്ന് പറയുന്ന ആരാണ് ഇവിടെ, കമ്പയർ ചെയ്യുമ്പോൾ a എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 2 ആണ് അല്ലെ. a എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ f of a വേണമെങ്കിൽ ആദ്യമേ നമുക്ക് f of x നോക്കി എഴുതണം. f of x എന്ന് പറയുന്നത് എന്താണ്, f of x
ശ്രദ്ധിച്ച് നോക്കി പറഞ്ഞ എഫ് ഓഫ് ഇക്സഡ് എന്ന് പറയുന്നത് കോസ് പൈ ഇക്സഡ് ആണ് അല്ലെ, കോസ് പൈ ഇക്സഡ്. അപ്പൊ നമ്മുടെ എഫ് ഓഫ് ഇക്സഡ് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എ കണ്ടുപിടിക്കണം. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 2. ഒരുപാടില്ല, ഇക്സഡ് മാറ്റി 2 ആക്കിയാൽ മതി. കോസ് ഇക്സഡ് മാറ്റി 2 ആക്കി, ബാക്കി എന്താണ്? കോസ് 2 പൈ. ക്ലിയർ ആയല്ലോ? കോസ് എൻ പൈ എന്ന് പറയുന്നത് എന്തോ? -1/n. നല്ലതായിട്ട് ഓർത്ത് വെച്ചോ, ആവശ്യം വരുന്ന സാധനമാണ്. കോസ് എൻ പൈ എന്ന് പറയുന്നത് എന്താണ്? -1/n ആണ് കോസ് എൻ പൈ. അങ്ങനെയാണെങ്കിൽ കോസ് 2 പൈ എന്ത് വരും? -1/2. -1ന്റെ സ്ക്വയർ എന്തോ? +1. തെറ്റിപ്പോരുത്. കോസ് 2 പൈ എന്ന് പറയുന്നത് എന്താണ്? +1. അപ്പൊ ഇതിന്റെയൊക്കെ ആൻസർ എഴുതിയാലേ നമുക്ക് മാർക്ക് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കണം. കോസ് എൻ 2 പൈ എന്ന് പറയുന്ന ആൻസർ എന്താണ്? -1. സോ ദിസ് ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടി? +1 കിട്ടി. -1/n ആണ്. n × 2 കൊടുത്തപ്പോൾ ആൻസർ +1 കിട്ടി. ഇത്രയും സ്റ്റെപ്പ് സംശയമൊന്നുമില്ല. ഇനി ഞാൻ നേരെ ആൻസറിലോട്ട് പോവാണേ. c cos pi xd divided by xd minus 2 dxd is equal to 2 pi I into f of a. 2 pi I into f of a എന്ന് പറയുന്നത് f of 2 ആണ്. ആൻസർ എന്ത് കിട്ടി? 1. സോ ദ ഫൈനൽ ആൻസർ ഈസ് 2 pi I. കഴിഞ്ഞു കണ്ടോ? അപ്പൊ ഇത്ര എഴുതി വെച്ചാൽ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടിക്കോളും. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നല്ല രീതിയിലും ശ്രദ്ധിച്ച് പഠിച്ചാൽ ഈ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഏറ്റവും കുഞ്ഞാളെ, അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആളെ അങ്ങോട്ട് എടുത്താണ്. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ബാക്കിയുള്ള പ്രോബ്ലത്തിലെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കൺസെപ്റ്റ് നല്ല രീതിയിൽ അങ്ങ് പഠിച്ചോ. ഈ ഒരു ചാപ്റ്ററിന്റെ 90% ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ചില സ്ഥലത്ത് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ആക്കേണ്ടി വരും. ഇപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ കിട്ടണം. ഇപ്പൊ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്ന, ഇപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ അല്ലാതെ വരും. അപ്പൊ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കണം. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്ന പല പല കാര്യങ്ങൾ. അപ്പൊ ആ ഒരു കാര്യങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ 90% വരുന്നത്. നേരിട്ട് അവരിങ്ങനെ വരണമെന്നില്ല. ചിലപ്പോൾ പാർഷ്യൽ ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആയിട്ടായിരിക്കും തരുന്നത്. അപ്പൊ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്ത് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും തരുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക. ഗോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല ഒരു ഉറപ്പ് ക്വസ്റ്റൻ ആണ്. നല്ല രീതിയിൽ പഠിച്ചോ. സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്ത ക്വസ്റ്റ്യൻ, യൂസിങ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇവാലുവേറ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ തന്നെയുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല. ഡയറക്റ്റ് ഓർമ്മ ഉറപ്പാണ്. 3 മാർക്കിനോ 5 മാർക്കിനോ വരെ ചോദിക്കാം. സോ മോഡുലസ് ഓഫ് x plus 1. അപ്പൊ നമുക്ക് കർവ് വന്നിട്ടുണ്ട് അല്ലെ. മോഡുലസ് ഓഫ് x plus 1 is equal to 1/2. ഇതന്നെ നമ്മൾ ഇപ്പൊ മോഡുലസ് ഓഫ് x എന്നൊക്കെ വരുമ്പോൾ തന്നെ സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് ആ സർക്കിളിന്റെ ഇതിലേക്ക് മാറ്റണം അല്ലെ. സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്? മോഡ് x മൈനസ് a is equal to r ആണ്. ഫസ്റ്റ് നമുക്ക് കർവ് വരച്ച് നോക്കാം. മോഡ് z plus 1 ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. മോഡ് z plus 1 is equal to 1/2. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ മാറ്റണം? z മൈനസ് എന്ന് പറഞ്ഞ് മാറ്റണം ആദ്യമേ. അപ്പൊ മോഡുലസ് ഓഫ് z plus 1 എനിക്ക് -1 എന്നിടാലോ, ഈക്വൽ ടു 1/2 അല്ലെ. x plus 1 എനിക്ക് എങ്ങനെ എഴുതാം? ഈ 2 മൈനസ് ചേർന്നിട്ടല്ലേ ഒരു പ്ലസ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിക്കോ. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. 2 മൈനസ് ഇടണം. ഈ മൈനസ് എന്നുള്ളത് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഇനി നിങ്ങൾ നോക്കിയേ, കമ്പയർ ചെയ്തേ. മൈനസിന് ശേഷം വരുന്നത് a ആണ്. സോ a ഈക്വൽ ടു, ഇവിടെ മൈനസിന് ശേഷം വരുന്നത് -1 ആണ്. സോ a ഈക്വൽ ടു -1. അപ്പൊ നമ്മുടെ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എവിടെയാണ്? -1 സെന്റർ. റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നേരെ റേഡിയസ് എന്ന് പറയുന്നത് 1/2. ഇനിയിപ്പോ നല്ലോണം ശ്രദ്ധിച്ച് ആ സർക്കിൾ അങ്ങോട്ട് വരച്ചോ. സെന്റർ എന്ന് പറയുന്നത് -1 റേഡിയസ് എന്ന് പറയുന്നത് 1/2 അല്ലെ. -1ന്റെ കൂടെ ഒരു 1/2 കൂട്ടിയാൽ -1/2 വരും അല്ലെ. -1/2ന്റെ കൂടെ ഹാഫ് കൂട്ടുന്നതാണ് -1. അപ്പോൾ -1/2 ഇങ്ങോട്ട് കയറിയാൽ ഇവിടെ -1/2 വരും. ഇവിടെ 3/2 വരും. -1/2 3/2 ഇത് ടച്ച് ചെയ്ത് പോകുന്നത്. നല്ലോണം ശ്രദ്ധിച്ച സർക്കിൾ അങ്ങോട്ട് വരച്ചോ. ഓക്കെ. അപ്പൊ ഇവിടെ -1/2 ഇവിടെ -3/2 ഒക്കെ ആയിരിക്കും ഈ സർക്കിൾ ടച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ജോലി എന്താണ്? സിംഗുലർ പോയിന്റ് നോക്കുക എന്നുള്ളതാണ്. സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? z ഈക്വൽ ടു -1 അല്ലെ. സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിനെ 0 ആയിട്ട് ടിക്കറ്റ് ചെയ്യുക. z plus 1 ഈക്വൽ ടു 0. അവിടെ z ഈക്വൽ ടു -1. ഇതിനൊക്കെ മാറുണ്ട്. z ഈക്വൽ ടു -1. ഒരു സംശയവും ഇല്ല, നമ്മുടെ സർക്കിളിന്റെ സെന്റർ തന്നെ -1 അല്ലേ. സെന്റർ തന്നെ -1. അങ്ങനെയാണെങ്കിൽ സിംഗുലർ പോയിന്റ് അകത്താണോ എന്ന് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? സിംഗുലർ പോയിന്റ് -1 അകത്താണെങ്കിൽ ഉത്തരവുണ്ട്. ഉത്തരം ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് ഇക്സഡ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ഇക്സഡ് ഈക്വൽ ടു e റേസ് ടു ഇക്സഡ് ആണ്. നെക്സ്റ്റ് നമുക്ക് എഫ് ഓഫ് എ കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് നമ്മുടെ സിംഗുലർ പോയിന്റ് ആണല്ലോ. എ എന്ന് പറയുന്നത് -1. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് -1. ഇക്സഡ് മാറ്റി -1 ആക്കിയാൽ മതി. e റേസ് ടു -1. അപ്പൊ അത്രയും സംശയങ്ങളൊന്നുമില്ല. ഇക്സഡ് മാറ്റി -1 ആക്കി e റേസ് ടു -1 വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? 1/e എന്ന് എഴുതാം. ഒന്ന് ഒരു സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടി 1/e എന്ന് എഴുതി.
സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് c e raised to z by z plus 1 dx is equal to 2 pi. അപ്പൊ നമുക്ക് ആൻസർ ഉണ്ട്, നേരെ ആൻസറിലോട്ട് കയറാം. 2 pi I into f of a. 2 pi I into f of a. f of a എന്ന് പറയുന്നത് -1 ആണ്, f of -1 എന്ന് പറയുന്നത് 1 by e ആണ്. സോ ആൻസർ ഈസ് 2 pi I by e. കഴിഞ്ഞു. ഇതുപോലാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ആ ഒരു ലോജിക്ക് നല്ലതായിട്ട് മനസ്സിലാക്കി വെച്ചോ. വേറൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതേ ലോജിക്ക് വെച്ച് അങ്ങോട്ട് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. യൂസിങ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ റീജിയൻ c z² + 2z + 3 by z² - 1 dx. ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഫസ്റ്റ് നമ്മുടെ ജോലി സിംഗുലർ പോയിന്റ്. സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് z² ഡിനോമിനേറ്റർ 0 ടിക്കറ്റ് ചെയ്താൽ മതി. -1 = 0. അവിടുന്ന് z² = -1 ഇപ്പുറത്ത് വന്നാൽ +1. z is equal to square root of 1. റൂട്ട് സ്ക്വയർ അപ്പുറത്ത് പോയാൽ റൂട്ട്. ഇവിടെ തെറ്റിക്കരുത് പ്ലസ് ഓർ -1. കാരണം റൂട്ട് -1 എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാം, പ്ലസ് ഓർ -1 ആണ്. ഇവിടെ രണ്ട് സാധ്യതകളുണ്ട്. കാരണം 1നെ സ്ക്വയർ എടുത്താലും തിരിച്ച് എനിക്ക് ആൻസർ 1 കിട്ടും, -1ന്റെ സ്ക്വയർ എടുത്താലും തിരിച്ച് ആൻസർ 1 കിട്ടും. അപ്പൊ ഈ രണ്ടുമാണ് നമ്മുടെ ആൻസറുകൾ. ഇനി നമ്മൾ കർവ് വരയ്ക്കുകയാണ്. തന്നിട്ടുള്ള റീജിയൻ മോഡ് നമുക്ക് ഡയറക്റ്റ് ആണ് അല്ലെ. z - 1 = 1 കമ്പയറിംഗ് വിത്ത് z - a = r. സെന്റർ എന്ന് പറയുന്നത് 1 ആണ്. സെന്റർ ഈസ് 1. റേഡിയസും 1 ആണ്. അപ്പൊ റേഡിയസ് നേരെ 1 ഇങ്ങോട്ട് എടുത്തു ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ 2-ലായിരിക്കും ടച്ച് ചെയ്യുന്നത്. 1 + 1 2. ഇവിടെ ഒറിജിൻ. അപ്പൊ ദിസ് ഈസ് എ സർക്കിൾ പാസിംഗ് ത്രൂ ഒറിജിൻ. സോ അപ്പൊ ഫസ്റ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരച്ചോണം കേട്ടോ. ഇവിടെ ചെറിയ വളവൊക്കെ ഉണ്ട്. സോ അപ്പൊ ഫസ്റ്റ് ഇനി നമ്മുടെ ജോലി എന്തോ, സിംഗുലർ പോയിന്റ് +1 ഉണ്ട് -1 ഉണ്ട്. ഞാൻ രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. +1, -1. ഇനി ഇവരകത്തൊക്കെയാണോ നോക്കണം. ഫസ്റ്റിലത്തെ +1 എന്ന് പറയുന്ന സിംഗുലർ പോയിന്റ് അകത്താണ്. കാരണം നമ്മുടെ റേഡിയസ് തന്നെ 1 ആണ്. അപ്പൊ 1 എന്നുള്ളത് ഈ ഒരു സിംഗുലർ പോയിന്റ് അകത്താണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, -1 എന്ന് പറഞ്ഞ സിംഗുലർ പോയിന്റ് ആണ് ഇവിടെ കിടക്കുന്നത്. അത് പുറത്താണ്, നമ്മുടെ റീജിയന്റെ പുറത്താണ് -1 എന്ന് പറഞ്ഞ സിംഗുലർ പോയിന്റ്. അപ്പൊ അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇവിടെ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്ത് രണ്ടുപേരായിട്ട് മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് ചെയ്യാം. അല്ലാതെ ചെയ്യാൻ ഒരു എളുപ്പവഴിയുണ്ട് കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം ഒരാൾ അകത്തുണ്ട്, നമുക്ക് ഇവിടെ ഫാക്ടറൈസ്ഡ് ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റിലെ അങ്ങനെ ഒന്ന് എഴുതി നോക്കാം. z² + 2z + 3 ഡിവൈഡഡ് ബൈ z² - 1നെ ഞാൻ എഴുതും z + 1 × z - 1 എന്ന് എഴുതും. അവിടെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ. 1നെ എനിക്ക് വേണമെങ്കിൽ 1² എന്നിടാം. a² - b². എന്ത് a² - b²? a + b × a - b. അപ്പൊ z + 1 × z - 1. അപ്പൊ അവിടെ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. അപ്പൊ ഫസ്റ്റ് ബാക്കി എന്തുകൊണ്ട് dx. സോ അപ്പൊ നമുക്ക് z = 1 എന്ന് പറയുന്നത് ഇൻസൈഡ് ഉള്ള ആളാണ്. അപ്പൊ അയാൾ വേണം നമുക്ക് ഈ ഒരു z - a ഫോർമാറ്റിൽ കിട്ടാൻ. അതായത് z - 1 എന്നല്ല, ഈ +1നെ ഇപ്പുറത്തെടുക്കുമ്പോൾ z - 1. അപ്പൊ നമുക്ക് ആ z - a എന്ന് പറയുന്നത് z - 1 ആയിരിക്കണം. കാരണം z-ന്റെ വാല്യൂ 1 ഇൻസൈഡ്. ഇപ്പൊ ഇൻസൈഡ് ഉള്ള ആളെ താഴെ വരാൻ പാടുള്ളൂ അല്ലെ. ഇൻസൈഡ് ഉള്ള ആളെ നമുക്ക് താഴെ വരാൻ പാടുള്ളൂ, ബാക്കി എല്ലാവരും മുകളിലായിരിക്കണം. നമുക്ക് അകത്ത് ആൻസർ വരുന്ന സിംഗുലർ പോയിന്റ് ഇൻസൈഡ് വരുന്ന ആൾ മാത്രമേ നമുക്ക് ഡിനോമിനേറ്ററിൽ വരാൻ പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ ന്യൂമറേറ്ററിലോട്ട് മാറ്റി വിട്ടോണം. അപ്പൊ നമുക്ക് ഉള്ളിൽ വരുന്ന ആള് z - 1 ആണ്. അപ്പൊ ഇയാളെ മാത്രം ഇവിടെ ഇട്ടിട്ട് ഇയാളെയും കൂടെ മുകളിലോട്ട് കൊടുക്കണം. നമുക്ക് ഇയാളെ ആവശ്യമില്ല, കാരണം നമുക്ക് താഴെ അകത്ത് സിംഗുലർ പോയിന്റ് ഉള്ളവരെ മാത്രം മതി. പുറത്ത് സിംഗുലർ പോയിന്റ് ഉള്ള ആളെ നമുക്ക് താഴെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇയാളെ കൂടെ ഫംഗ്ഷന്റെ കൂടെ അങ്ങ് മുകളിലോട്ട് വിട്ടോണം. ബാക്കി എന്തുകൊണ്ട് z² + 2z + 3. അപ്പൊ ഇയാളെ നമുക്ക് ആവശ്യമില്ല. z = -1 ഇയാൾ പുറത്തു പോയ ആളാണ്. അപ്പൊ ഇയാളെ നമ്മൾ ഡിനോമിനേറ്ററി ആവശ്യമില്ല. ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗുലർ പോയിന്റ് അകത്തുള്ള ആൾ മാത്രം മതി താഴെ. ബാക്കി അപ്പൊ ഇയാളെ കൂടെ അങ്ങ് മുകളിലോട്ട് വിട്ടണം. z + 1. അപ്പൊ ഇയാളെ നമ്മൾ മുകളിലോട്ട് വിട്ടിട്ട് നമുക്ക് താഴെയുള്ള ആളെ മാത്രം. ഇത് രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ഈ ഫോർമാറ്റ് എടുത്ത് a/b/c ഫോർമാറ്റ്. a/bc അല്ലേ, ഇയാൾ തന്നെയാണ്. ഇയാൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ, നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇക്വേഷൻ ബാലൻസ്ഡ് തന്നെയാണ്. ഇയാളെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അപ്പം ഈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. a/b/c വന്നാൽ a/bc ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ രണ്ടും സെയിം തന്നെയാണ്. എന്തിനു വേണ്ടി ഇങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യുന്നതെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. സിംഗുലർ പോയിന്റ് പുറത്ത് വരുന്ന ആളെ നമുക്ക് ഒഴിവാക്കണം. അപ്പൊ അയാളെ നമുക്ക് ഈ ഫംഗ്ഷന്റെ കൂടെ മേലോട്ടും കയറ്റി വിട്ടാൽ മതി. ബാക്കി ആള് താഴെ ഇടണം. സിംഗുലർ പോയിന്റ് അകത്ത് വരുന്ന ആള് നമുക്ക് താഴെ വേണം, എന്നാലേ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ലോജിക്ക് മനസ്സിലായല്ലോ. dx. അപ്പൊ ഇത്രയാണ് ഇതാണ് നമ്മുടെ f of x.
ബൈ ഇക്സഡ് മൈനസ് എ ഡി ഇക്സഡിലോട്ട് മാറിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ. സോ ഇപ്പൊ നല്ല രീതിയിൽ മനസ്സിലാന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ ആൻസർ നമുക്ക് എന്താണെന്നറിയാം, 2πi ഇൻറ്റു എഫ് ഓഫ് എ ആണെന്ന് അറിയാം. എഫ് ഓഫ് എയുടെ വാല്യൂ, സിംഗുലർ പോയിന്റിന്റെ വാല്യൂ നമുക്ക് ഇൻസൈഡ് വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, 1 മാത്രമേ ഉള്ളൂ അല്ലെ. ഇൻസൈഡ് വരുന്നത് 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 1 ആണ് നമ്മുടെ എ എന്ന് പറയുന്നത്. സോ എഫ് ഓഫ് 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. എഫ് ഓഫ് ഇക്സഡ് കമ്പയർ ചെയ്യുമ്പോൾ എഫ് ഓഫ് ഇക്സഡ് എന്ന് പറയുന്ന ആരാണ്, ഇയാളാണ് നമ്മുടെ എഫ് ഓഫ് ഇക്സഡ്. സോ എഫ് ഓഫ് ഇക്സഡ് ഈക്വൽ ടു ഇക്സഡ് സ്ക്വയർ പ്ലസ് 2xd പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഇക്സഡ് പ്ലസ് 1. വെരി സിമ്പിൾ. എഫ് ഓഫ് 1 പെട്ടെന്ന് കണ്ടുപിടിച്ചോ. ഇക്സഡിന് 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1. 3 2 5 1 6, 1 1 2, ആൻസർ 3. സോ ദിസ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് 1 ആൻസർ എന്ത് കിട്ടി, 3 കിട്ടി. ആൻസർ എന്ത് കിട്ടി, 23 6 6πi. കഴിഞ്ഞു. കണ്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ചെയ്ത് പഠിച്ചോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, യൂസിങ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇവാലുവേറ്റ് ഇന്റഗ്രൽ xz plus 4 by xz square plus 2xz plus 5 where c is modulus of xz plus 1 minus I is equal to 2. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കാം. സിംഗുലർ, അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ തോന്നും. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ സിമ്പിൾ ആണ്. നല്ലോണം ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് മിസ്റ്റേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. നല്ലോണം ശ്രദ്ധിച്ചേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സിംഗുലർ പോയിന്റ്. അപ്പൊ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കുമ്പോഴേ നമുക്ക് അതിന്റെ മാർക്ക് അങ്ങ് ഉറപ്പിക്കാൻ പറ്റും. സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ ഡിനോമിനേറ്ററിനെ 0 ടിക്കറ്റ് ചെയ്യണം. xz സ്ക്വയർ പ്ലസ് 2xd പ്ലസ് 5 is equal to 0. അവിടുന്ന് xd equal to എങ്ങനെ കണ്ടുപിടിക്കുന്നത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നത്, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇത്രേ വരാൻ പാടുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഇതൊന്നും ഒട്ടും സമയം എടുക്കരുത്. മൈനസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ 2 സ്ക്വയർ 4 മൈനസ് 4 into 1 into 5 20 divided by 2 into 1 2 കഴിഞ്ഞു. is equal to minus 2 plus or minus 4 ന്ന് 20 പോയാൽ മൈനസ് 16, മൈനസ് 16ന്റെ റൂട്ട് 4i ഡിവൈഡഡ് ബൈ 2 കട്ട് ചെയ്യുമ്പോൾ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2i ആണോ. ഇത്രയും സമയമൊക്കെ ഇത് കണ്ടുപിടിക്കാൻ വരാൻ പാടുള്ളൂ. പെട്ടെന്ന് ചെയ്തു പോകുന്നതല്ലേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. മൈനസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ മൈനസ് 4ac 4 into 1 into 5 20 ഡിവൈഡഡ് ബൈ 2a 2 into 1 is equal to minus 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 ന്ന് 20 പോയാൽ മൈനസ് 16. മൈനസ് ഉള്ളത് കൊണ്ട് റൂട്ടിന്റെ ആൻസറിനകത്ത് i വരും. 16ന്റെ റൂട്ട് 4, ഇപ്പൊ 4 ബൈ 2 ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. മൈനസ് 2 ബൈ 2 മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 4i ബൈ 2 2i. സംശയങ്ങളൊന്നുമില്ല. ഇപ്പൊ നമുക്ക് രണ്ട് ആൻസറുകൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാ രണ്ട് ആൻസറുകൾ എന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഒന്ന് മൈനസ് 1 പ്ലസ് 2i ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. മൈനസ് 1 മൈനസ് 2i ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ഈ ആദ്യത്തെ ആൻസർ വെച്ച് ഇപ്പം xz is equal to a plus ib ആണ് ഒരു കോർഡിനേറ്റ് എങ്കിൽ, ഒരു കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിന്റെ ആർജന്റ് പ്ലെയിൻ റെപ്രസെന്റേഷൻ എന്നൊക്കെ പറയും. സോ ആർജന്റ് പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യുന്നത് a, b എന്ന കോർഡിനേറ്റ് എന്ന രീതിയിലാണ് നമ്മൾ അതിനെ ആർജന്റ് പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് എഴുതിക്കോ. നമുക്ക് ഗ്രാഫ് വരച്ചതിന് നമുക്ക് കർവ് വരച്ചതിന് ശേഷം കോർഡിനേറ്റ് മാർക്ക് ചെയ്യാനുള്ളതാണ്. കോർഡിനേറ്റ് -1 2, ഇവിടുത്തെ കോർഡിനേറ്റ് ആരാണ്, -1 -2. അപ്പം a, b എന്നുള്ള രീതിയിൽ കോർഡിനേറ്റ്സ് എഴുതി. -1, 2 2 -1 -2. അപ്പൊ ഞാൻ കോർഡിനേറ്റ്സ് എഴുതി. നമുക്ക് ആവശ്യം വരും. ആദ്യം തന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പോവാ, റീജിയൻ വരയ്ക്കണം. അവിടെ ഇത് മാർക്ക് ചെയ്യണം. പുറത്താണോ അകത്താണോ നോക്കണം. സോ അപ്പൊ ഫസ്റ്റ് ഇതിനെ നമ്മൾ സർക്കിളിന്റെ രീതിയിലേക്ക് മാറ്റണം കേട്ടോ. സർക്കിളിന്റെ രീതിയിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മോഡുലസ് ഓഫ് ഇക്സഡ് പ്ലസ് ആണ്, ഞാൻ അതിനെ മൈനസ് എന്നാക്കും. 1 മൈനസ് i എഴുതി കഴിഞ്ഞ് പറയാം. ഈക്വൽ ടു 2. ഇത്ര ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾ ഒരു പ്ലസ് കാണുന്നില്ലേ, ആ പ്ലസിനെ ഞാൻ 2 മൈനസ് ആക്കി. 2 മൈനസ് ചേർന്നാൽ ഒരു പ്ലസ് ആവും. ബാക്കിയുള്ള ആൾക്കാരെ അതേപോലെ തന്നെ കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ ഒരു മൈനസ് ഇവിടെ ഇട്ടിട്ട് ഞാൻ ഒരു മൈനസിനെ അകത്തേക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയാ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ചെറിയ ലോജിക്കായി കാണും. ഇക്സഡ് മൈനസ് എ കൊണ്ടുവരണം. ഒരു മൈനസ് ഞാൻ ഇവിടെ ഇട്ടിട്ട് ഒരു മൈനസ് അകത്തേക്ക് കൊടുക്കുവാണേ. മൈനസ് ഇൻറ്റു 1 മൈനസ് 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് i ഈക്വൽ ടു എന്താണ്, 2. ഇനി നിങ്ങൾ നോക്കിയേ, മോഡുലസ് ഓഫ് ഇക്സഡ് മൈനസ് എ ഇസ് ഈക്വൽ ടു r കണ്ടോ. അപ്പൊ ഒരു a നമുക്ക് ഇവിടെ കിട്ടിയത് കണ്ടോ. ഇവിടെ രണ്ടിനും മൈനസ് ആയി. ഇവിടെ ഒരു പ്ലസ് കിടന്നാൽ നമുക്ക് നേരെ അങ്ങ് a എഴുതാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് വേണം എഴുതാൻ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്, ഒരു a കിട്ടുന്നുണ്ട്. അപ്പൊ a എന്താണെന്നറിയാം, നിങ്ങൾ പറയാം എന്തോ സെന്റർ ആണെന്നറിയാം. അപ്പൊ സെന്റർ എന്ന് പറയുന്നത് എന്താണ്, -1 പ്ലസ് i ആണ് നമ്മുടെ സെന്റർ. -1 പ്ലസ് i. a പ്ലസ് ib ആണെങ്കിൽ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് എന്തുവാ, -1, 1. ഐയുടെ കോയിഫിഷ്യന്റും ഫസ്റ്റിലത്തെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ചേർന്നാണ് ആ ഒരു കോർഡിനേറ്റ് ക്രിയേറ്റ് ആവുന്നത്. ഇനി ഞാൻ ഇവരെയൊക്കെ വരച്ചിട്ട് നോക്കാൻ പോകണം കേട്ടോ. ഞാൻ ലൈൻ വരച്ചു. ഫസ്റ്റ് -1 ആണ് സെന്റർ. ഇവിടെ ആക്സിസിന്റെ ലെഫ്റ്റിലോട്ട് -1
പോസിറ്റീവിലോട്ട് -1 മൊത്തം ഇവിടെ വരും അല്ലേ, -1 -1. സോ എക്സ് പ്ലസ് ഐ വി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വി ആണ്. സോ എക്സ് വൈ പ്ലെയിനിലാണ് -1 -1 ഞാൻ വരച്ചു. സെന്റർ -1 -1 ആണെന്ന് എനിക്ക് മനസ്സിലായി, -1 1 ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എക്സ് ആക്സിസിൽ നിന്ന് ലെഫ്റ്റിലോട്ട് -1, വൈ ആക്സിസിൽ നിന്ന് നേരെ 1. സോ ഇപ്പൊ നെക്സ്റ്റ് റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? ഡയറക്റ്റ് കമ്പാരിസണിൽ കൂടെ റേഡിയൻസ് കിട്ടുന്നുണ്ടല്ലോ. ഡയറക്റ്റ് കമ്പാരിസൺ റൈറ്റ് സൈഡിൽ 6, ഇവിടെ റൈറ്റ് സൈഡിൽ 2. സോ ഇപ്പൊ ഡയറക്റ്റ് കമ്പാരിസണിൽ കൂടെ റേഡിയസ് എന്ന് പറയുന്നത് 2 ആണ്. സോ റേഡിയസ് 2 വരുമ്പോൾ ഞാൻ ഇപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടുന്ന് മുകളിലോട്ട് 1 അല്ലേ പോയി. അപ്പൊ റേഡിയസ് 2 വരുമ്പോഴത്തേക്കിനും ഇവിടുന്ന് താഴോട്ട് 1 ഉണ്ട്, താഴോട്ട് ഒരു 1 കൂടെ വരും അല്ലെ. ഇപ്പൊ ഇവിടെ ഏകദേശം -1 അവിടെ വരുമ്പോഴത്തേക്കിനും ഒരു റേഡിയസ് ആവും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1 ഉണ്ട്, ഒരു 1 കൂടി ഇവിടെ വരുമ്പോൾ ഇവിടെ +1 അവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു പോയിന്റ് വരും. അതേപോലെ തന്നെ മേളിലോട്ട് ഇവിടെ ഓൾറെഡി ഒരു 1 നിൽക്കുകയാണ്, ഒരു 1 കൂടെ വരും, ഒരു 1 കൂടെ വരുമ്പോൾ മൊത്തത്തിൽ 3 അവിടെ ആകുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടും. 2 കൂട്ടി പോയാൽ മതി. ഇവിടുന്ന് ഒരു -1 ഉണ്ട്, ഒരു 1 ഇങ്ങോട്ട് വരുമ്പോൾ -2 ആവും, ഒരെണ്ണം കൂടി ഇങ്ങോട്ട് വരുമ്പോൾ -3 ആവും. അപ്പൊ ഞാൻ ഈ ലാസ്റ്റ് വരച്ച ഇവരെയൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് അങ്ങോട്ട് ഒരു സർക്കിൾ ഒന്ന് ഫോം ചെയ്താൽ മതി. ഒരു ഏകദേശ ഫിഗറേ നമുക്ക് ആവശ്യമുള്ളൂ, നല്ല പെർഫെക്ഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഞാനിപ്പോ ഒരു ഏകദേശ ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്, ഒരു ഏകദേശ ഫിഗർ. സോ അപ്പൊ ഇതാണ് നമ്മുടെ റീജിയൻ. ഇനിയിപ്പോ നമ്മുടെ അടുത്ത ജോലി എന്താണ്? ഇവര് അകത്താണോ പുറത്താണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് നമ്മുടെ അടുത്ത ജോലി. -1 2 എന്നുള്ളത് നമ്മുടെ സിംഗുലർ പോയിന്റ്, -1 2 എന്നുള്ള സിംഗുലർ പോയിന്റ്. ഇപ്പൊ എക്സ് ആക്സിസിൽ നിന്ന് -1 ഇവിടെ നമുക്കറിയാം, 2 എന്നുള്ളത് എവിടെയാണ്? 2. ഇപ്പൊ ഓൾറെഡി ഇവിടെ 1 ഉണ്ടായിരുന്നു, 1 ശേഷം 2 കഴിഞ്ഞ് 3 അവിടെ ഇവിടെ മുട്ടുന്നത് അല്ലെ, മുട്ടുന്നത് 3 അവിടെ ആണ്. അപ്പൊ ഒരു -1 -2 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടല്ലേ വരത്തുള്ളൂ, എന്തായാലും 3 അവിടെ വരെ പോകത്തില്ല. -1 -2 എന്ന് പറയുമ്പോൾ ഇവിടെ. അപ്പൊ -1 -2 എന്ന് പറയുന്നത്, -1 -2 എന്നുള്ള പോയിന്റ് നമുക്ക് അകത്താണെന്ന് മനസ്സിലായി. -1 2 എന്നുള്ള പോയിന്റ് നമുക്ക് അകത്താണെന്ന് മനസ്സിലായി. സോ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻസൈഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി, ഇൻസൈഡ്. അപ്പൊ ഈ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഇൻസൈഡ് ആണ്. അപ്പൊ -1 ഇവിടെ y ആക്സിസിൽ നിന്ന്, y പോസിറ്റീവ് അല്ലേ, ഇപ്പൊ ഇത് പോസിറ്റീവ് y ആക്സിസ് ആണ്. അപ്പൊ y ആക്സിസ് +2 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും, നേരെ ഇവിടെ വരും ആ പോയിന്റ്. അപ്പൊ അതെന്താണ്? ഇൻസൈഡ് ആണ്, കാരണം നമുക്ക് ഇവിടെ 3 വരെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് -1 -2. അപ്പൊ -1 ഇവിടെ ആണെന്ന് അറിയാം, ഇവിടെ നമുക്ക് താഴെ -1 വരെ വരുന്നുള്ളൂ, -2 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിപ്പോ അല്ലെ. അപ്പൊ -1 -2 എന്നുള്ളത് ഔട്ട്സൈഡ് ആണ്. -1 -2 ഔട്ട്സൈഡ് ആണ്, -1 -2 ഔട്ട്സൈഡ് ആണ്. ഇൻസൈഡ് ആരാണ്? -1 2. അതായത് -1 2 എന്ന് പറയുന്നത് നമുക്ക് ഇൻസൈഡ് ആണ്, -1 -2 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണ്. അപ്പൊ നമുക്ക് അത്രേ ഉള്ളൂ നമ്മുടെ ജോലി. ഇൻസൈഡ് ഉള്ള ആളെ കിട്ടിക്കഴിഞ്ഞു. ഔട്ട്സൈഡ് ഉള്ള ആളിനെ കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫംഗ്ഷന്റെ കൂടെ മേളിലേക്ക് കൊടുക്കുക, ഇൻസൈഡ് ഉള്ള ആൾ താഴെ ഇടുക, എന്നിട്ട് നേരെ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യുക, പരിപാടി കഴിയും. ഇത് പക്ഷെ നല്ലോണം ശ്രദ്ധിക്കാനുള്ള ക്വസ്റ്റൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പൊ നമ്മുടെ എ, ഇൻസൈഡ് ഉള്ള ആളാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് f of x നമുക്ക് ഒന്ന് എഴുതി നോക്കാം. f of x is equal to എന്ത് വരും? f of x അല്ല, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. x plus 4 divided by ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു കോംപ്ലക്സ് നമ്പർ, ഈ ഒരു ഡിനോമിനേറ്റർ സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ്. ഞാൻ ഇത് ചെറിയൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം കേട്ടോ. ഇപ്പൊ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് ആൻസർ 3ഉം 2ഉം കിട്ടി. എക്സിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ എനിക്ക് ആൻസർ 3ഉം 2ഉം കിട്ടി. അങ്ങനെയാണ് അതിന്റെ ഫാക്ട്. ഇപ്പം അതെങ്ങനെ പറയണ്ടേ? z = 3 is a root. z = 3 is a root. z - 3 is a factor. z - 3 is a factor. കാരണം z = 3 is a root. z + 3 ഇപ്പുറത്ത് വരുമ്പോൾ -3 is a factor. z = 2 is a root. z - 2 is a factor. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ്ഡ് ആയിട്ട് എഴുതാൻ പോകണേ. ഫാക്ടറൈസ്ഡ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഫാക്ടർ എഴുതണം. നമ്മുടെ റൂട്ടുകൾ ഏതൊക്കെയായിരുന്നു? z - -1 + 2i is a root. z -1 ഇപ്പുറത്ത് വരുമ്പോൾ +1 + 2i ഇപ്പുറത്ത് വരുമ്പോൾ -2i is a factor. അപ്പൊ നമ്മുടെ ഒരു ഫാക്ടർ എന്താണ്? z + 1 - 2i ഇൻറ്റു അടുത്ത ഫാക്ടർ ഞാൻ ഇവിടെ സൈഡിലോട്ട് പോയി എഴുതുന്നില്ല, നിങ്ങൾ കൂടെ പറഞ്ഞു വെക്കോ. z അടുത്ത ഈ -1 ഇപ്പുറത്ത് വരുമ്പോൾ +1 -2i ഇപ്പുറത്ത് വരുമ്പോൾ +2i. സോ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനെ ഞാൻ ഡിനോമിനേറ്റർ ഒന്ന് ഫാക്ടറൈസ്ഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് z = a, ഏത് സിംഗുലർ പോയിന്റ് അകത്ത് വരുന്ന സിംഗുലർ പോയിന്റ് ഏതാണ്? -1 2 ആണ്. -1 2 ആണ്, ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മുടെ അകത്ത് വരുന്ന സിംഗുലർ പോയിന്റ് -1 2. അപ്പൊ ഇതിനകത്ത് ഏത് z = a ആകുമ്പോഴേ എനിക്ക് -1 2 കിട്ടുന്നത്? -1 2 ഞാൻ എവിടെ നിന്ന് എഴുതിയേ?
+1 ഈ ഒരു സിംഗുലർ പോയിന്റ് നിന്നല്ല ഇവിടെ നിന്നല്ലേ ഞാൻ ആ -1 2 എന്നുള്ള ആൻസറിലേക്ക് വന്നത്. ഇയാളെ ഞാൻ 0 ടിക്കറ്റ് ചെയ്യുമ്പോഴല്ലേ എനിക്ക് -1 2 കിട്ടുന്നത്. നമ്മുടെ എ എന്ന് പറയുന്ന ആരാ? അപ്പൊ നമ്മുടെ കറക്റ്റ് സിംഗുലർ പോയിന്റ് ആയിട്ടുള്ള എ എന്ന് പറയുന്നത് -1 2 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു -1 + 2 i ആണെന്ന് ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തു. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻ ആണ്. എന്റെ മാക്സിമം ഞാൻ പറയുന്നത് കേട്ടോ. സോ അപ്പം ഇപ്പൊ എ എന്നുള്ള പോയിന്റ് ഈ -1 2 i ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇയാളാണ് എനിക്ക് ഇപ്പൊ ഡിനോമിനേറ്റർ കിടക്കേണ്ടത്. ബാക്കി ആരൊക്കെ ഉണ്ടോ അവരെ പിടിച്ചങ്ങ് ന്യൂമറേറ്ററിലോട്ട് ആക്കണം. കാരണം അവർ നമ്മുടെ റീജിയനിൽ പുറത്ത് വരുന്ന ആളാണ്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല ലോജിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പുറത്ത് വരുന്ന ആളാരാ? -1 -2 ആണ് പുറത്ത് വരുന്നത് അല്ലെ? അപ്പൊ -1 -2 പുറത്ത് വരുമ്പോ +1 + 2i ആണ് പുറത്ത് വരുന്നത്. പുറത്ത് വന്ന ആളെ ഞാൻ മേളിലോട്ട് ഇടുക. xz + 4 ഡിവൈഡഡ് ബൈ xz + 1 + 2i. പുറത്ത് വന്ന ആളെ മേളിലോട്ട് വിട്ടു. നമുക്ക് സിംഗുലർ പോയിന്റ് അകത്തുള്ള ആളെ ഞാൻ താഴെ എഴുതി xz + 1 - 2i. ഇനി നിങ്ങൾ xz - a ഇവിടെ a എന്നുള്ളത് അകത്തായിരിക്കണം. ഇയാളെ അപ്പുറത്ത് കൊണ്ടുപോയ -1 + 2i കിട്ടും. ആ -1 + 2i അകത്തല്ലേ? ഇപ്പൊ ഞാൻ ഇപ്പൊ എഴുതിയിരിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2πi × f(a) ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2πi × f(a). a എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് സിംഗുലർ പോയിന്റ് എന്താണ്? -1 + 2i. -1 + 2i. f of -1 + 2i ആണ് നമ്മുടെ അകത്തുള്ള സിംഗുലർ പോയിന്റ്. സോ ഇത് കണ്ടുപിടിക്കുക, ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ജോലി കഴിഞ്ഞു. ഒരു നല്ല മാർഗം അങ്ങോട്ട് കൈകൾ കിട്ടിക്കോളും. സോ ഫസ്റ്റ് അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? f of x. അപ്പൊ ഇത്രയാളാണ് f of x. f of -1 + 2i കണ്ടുപിടിക്കാൻ പോവാണേ. f of x എന്ന് പറയുന്നത് എന്താണ്? f of x is equal to xz + 4 divided by xz + 1 + 2i. f of -1 + 2i. f of -1 + 2i is equal to xz മാറി ആരാക്കണം? -1 + 2i + 4 ഉണ്ട് divided by xz മാറി -1 + 2i + 1 + 2i. This is equal to 4 - 1 3 + 2i divided by -1 + 1 കട്ട് 2i + 2i എന്താണ്? 4i. So 3 + 2i by 4i. So this is equal to ഇതാണ് നമ്മുടെ f of -1 + 2i എന്ന് പറയുന്നത്. This is equal to 2πi × f of -1 + 2i. ആൻസർ എന്ത് കിട്ടിയായിരുന്നു? 3 + 2i divided by 4i. iയും iയും ക്യാൻസൽ ആയി പോവും. 2ഉം 4ഉം കട്ടായിട്ട് താഴെ 2 വരും. ബാക്കി എന്തുണ്ട്? 3 + 2i × ഒരു പൈ ഉണ്ട് ഡിവൈഡഡ് ബൈ എന്താണ്? 2. ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ. നന്നായിട്ട് ചെയ്തു പഠിച്ചോ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, യൂസിംഗ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഇവാലുവേറ്റ് ഇന്റഗ്രൽ sin πx² + cos πx² x - 1 × x - 2 dx. നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം f of x by x - a. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആദ്യമേ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിനെ പിടിച്ച് 0 ടിക്കറ്റ് ചെയ്യുക. ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾക്ക് x = 1 ഒരെണ്ണം കിട്ടും, x = 2 ഒരെണ്ണം കിട്ടും. അപ്പൊ രണ്ട് സിംഗുലർ പോയിന്റ് നമ്മൾ ഒരു മാർഗം അവിടെ ഉറപ്പിച്ചു. ഫസ്റ്റ് ഇനി നെക്സ്റ്റ് mod x = 3a എങ്ങനെ എഴുതണം? mod x - 0 = 3 എന്ന് എഴുതണം. കമ്പയറിംഗ് വിത്ത് mod x - a = 6. സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ, റേഡിയസ് എന്ന് പറയുന്നത് 3. അപ്പൊ സെന്റർ, ഒറിജിൻ, റേഡിയസ് 3 ഞാൻ സർക്കിൾ വരച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ അത്രയും ജോലികളൊക്കെ കഴിഞ്ഞു. അപ്പൊ റേഡിയസ് 3 ആകുമ്പോൾ ഇവിടെ 3 - 3 ആയിരിക്കും ടച്ച് ചെയ്ത് പോകുന്നത്. ഇനി നമ്മുടെ സിംഗുലർ പോയിന്റ്സ് 1 ഇൻസൈഡ് ആണ് വരുന്നത്, 2 ഇൻസൈഡ് ആണ് വരുന്നത്. കാരണം 2ന് ശേഷമാണ് പിന്നീട് 3 വരുന്നത്. അപ്പൊ നമ്മുടെ രണ്ട് സിംഗുലർ പോയിന്റ്സും ഇൻസൈഡ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ആൻസർ ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം, ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്നു എന്നതാണ് പ്രശ്നം. ഒറ്റയ്ക്ക് വന്നാലേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഉത്തരത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു ടേം ഇങ്ങനെ ഒറ്റയ്ക്കായിരിക്കണം. f of x by x - a മാത്രമേ വരാൻ പാടുള്ളൂ. പ്ലസ് മറ്റൊരു ടേം വേണമെങ്കിൽ വരാം. പക്ഷെ ഈ ഒരു ഫോർമാറ്റ് നമുക്ക് ഒറ്റയ്ക്ക് കിട്ടണം. രണ്ടുപേര് താഴെ വരാൻ പാടില്ല. രണ്ടുപേര് ഇൻസൈഡ് ആണെങ്കിലും രണ്ടുപേര് താഴെ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പൊ രണ്ടുപേര് ഇൻസൈഡ് ആണ്, രണ്ടുപേർക്കും ഉത്തരം ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു കേട്ടോ. കാരണം ഒരാൾക്ക് ഉത്തരവില്ലെങ്കിൽ നമുക്ക് ആ ഒരു f of x ന്റെ കൂടെ മറ്റേ ആളെയും കൂടെ കയറ്റി വിട്ടിട്ട് താഴത്തെ ആളെ വെച്ച് ചെയ്യായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ആ ഒരു പരിപാടി പറ്റില്ല. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പാർഷ്യൽ ഫ്രാക്ഷൻ. അപ്പൊ എപ്പോഴാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? ലോജിക്കലായിട്ട് മനസ്സിലാക്കി വെച്ചോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കണം? പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കണം.
പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ ഇത്രയും പരിപാടികളൊക്കെയാണ്, നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. കാരണം ഈ മുഴുവൻ ആൾക്കാരെയും കൂടെ എടുത്തു വെച്ച് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ഇവരെ രണ്ടുപേരെയും രണ്ട് ടേംസിലായിട്ട് കിട്ടണം. ഇങ്ങനെ ഒറ്റ ടേമിലല്ലാതെ രണ്ട് ടേംസിലായിട്ട് കിട്ടണം. ഇൻഡു ആയിട്ട് കിടക്കുന്നവരെ പ്ലസ് ആക്കി രണ്ടുപേരായിട്ട് കിട്ടണം. അപ്പൊ നമുക്ക് അതേ ഉള്ളൂ നമ്മുടെ ആവശ്യം. ഇക്സഡ് മൈനസ് എ, അതായത് ഇക്സഡ് മൈനസ് വണ്ണിനെയും ഇക്സഡ് മൈനസ് ടുവിനെയും രണ്ട് സെപ്പറേറ്റ് ആൾക്കാരായിട്ട് കിട്ടണം. ബാക്കിയുള്ളവരെ ഒന്നും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ മാറ്റേണ്ടവരെ ഒരുമിച്ചാക്കിയിട്ട് ഇക്സഡ് മൈനസ് വൺ, ഇക്സഡ് മൈനസ് ടു, ബാക്കി സൈൻ പൈ ഇക്സഡ് സ്ക്വയർ പ്ലസ് കോസ് പൈ ഇക്സഡ് സ്ക്വയർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തി. ബാക്കി എന്തുണ്ട്? ഡി ഇക്സഡ്. അപ്പൊ നമുക്ക് ഇവരെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്ത് തിരിച്ച് അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ട് കൊടുത്തതിന് ശേഷം ഇത് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ പ്രൊസീജിയർ. സോ ആദ്യമേ 1 ബൈ ഇക്സഡ് മൈനസ് 1 ഇൻറ്റു ഇക്സഡ് മൈനസ് 2 എങ്ങനെ എഴുതണം? എ ബൈ ഇക്സഡ് മൈനസ് 1 പ്ലസ് ബി ബൈ ഇക്സഡ് മൈനസ് 2 എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതണം. നിങ്ങൾക്ക് അറിയാം പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ ഇതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ കാണുന്ന ഡിനോമിനേറ്ററിനെ കൊണ്ട് ഈ ഒരു ഫ്രാക്ഷനെ ത്രൂ ഔട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഈക്വൽ 2 എന്ന് പറഞ്ഞു വരും. നിങ്ങൾ ഒന്ന് ഇതൊക്കെ ഒന്ന് മനസ്സിലൊന്ന് ചെയ്ത് നോക്കിയേ. ഇത്രയും ആൾക്കാരെ കൊണ്ട് ഞാൻ ഇവരെ മൊത്തത്തിൽ അങ്ങ് ഗുണിക്കാൻ പോവാം. ഓരോ ടേമിനെയും ഗുണിക്കണം. അപ്പൊ ഇവരെ ഇവിടെ ഗുണിക്കുമ്പോൾ ഇതേ ആള് തന്നെ മോളിൽ വരും ഗുണിക്കുമ്പോൾ. അപ്പൊ അവർ പരസ്പരം കട്ടായി പോയിട്ട് ആൻസർ 1 കിട്ടും. എ ഇൻറ്റു ഇനി ഈ മുഴുവൻ ആള് ഇയാളുടെ കൂടെ മോളിൽ വരുന്നതായിട്ട് സങ്കല്പിച്ചേ. അപ്പൊ ഇക്സഡ് മൈനസ് 1ഉം ഈ ഇക്സഡ് മൈനസ് 1 കൂടെ കട്ടായി പോയിട്ട് ബാക്കി ആര് വരും? ഇക്സഡ് മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു ഇവിടെ മുഴുവൻ ആൾക്കാരും ഇവരുടെ കൂടെ വരുന്നതായിട്ടൊന്ന് ആലോചിച്ചേ. അപ്പൊ ഇക്സഡ് മൈനസ് 1ഉം ഇക്സഡ് മൈനസ് 2 ഇവിടെ വരുന്നു. ആ ഇക്സഡ് മൈനസ് 2 ഇക്സഡ് മൈനസ് 2 കട്ടായി പോയിട്ട് ബാക്കി ഇക്സഡ് മൈനസ് 1 ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരണം. അപ്പൊ അവിടെ എക്സ്ട്രാ നമ്മൾ എല്ലാം കൂടെ ഗുണിക്കുന്ന സ്റ്റെപ്പ്, പിന്നെ കട്ട് ചെയ്യുന്ന സ്റ്റെപ്പ്, അതിന്റെ അടുത്ത സ്റ്റെപ്പിൽ ഇത്, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ ബിടെക് അല്ലേ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇങ്ങോട്ട് വരണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു എ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ബി എ ഒഴിവാക്കണം. ബി എ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എ ഒഴിവാക്കണം. അപ്പൊ നമുക്ക് ആദ്യമേ എ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ബി ഒഴിവാക്കണം. ബി ഒഴിവാക്കണമെങ്കിൽ എനിക്ക് ഇക്സഡിന് 1 കൊടുത്താൽ പോരെ. ഇക്സഡിന് 1 കൊടുത്താൽ 1 മൈനസ് 1 0 ആയി പോയിട്ട് നമുക്ക് കറസ്പോണ്ടിങ്ങിൽ എ കിട്ടിക്കോളും. എ ഇൻറ്റു ഇക്സഡിന് 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 2 അല്ലെ? ഇവിടെ 1 കൊടുത്താൽ 0 ആയി പോകും. പ്ലസ് 0 ഞാൻ എഴുതുന്നില്ല. സോ 1 is equal to 1 minus 2 minus 1 ആണ്. minus 1 into a minus a. സോ a equal to മൈനസ് ഇപ്പുറത്ത് കൊടുത്താൽ minus 1. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ എന്ത് കിട്ടി? -1 കിട്ടി. ഇനിയിപ്പം നമുക്ക് ബി എ ഒഴിവാക്കി എ കണ്ടുപിടിച്ചു. ഇനി എ ഒഴിവാക്കി ബി കണ്ടുപിടിക്കണം. എ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇക്സഡ് എന്ത് കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി അല്ലെ? സോ 1 is equal to 2 കൊടുക്കുമ്പോൾ 2 minus 2 0 ആയി പോകും. അപ്പൊ ഇതങ്ങ് പോയി. ബാക്കി ബി ഇൻറ്റു 2 minus 1 എന്താണ്? 1. സോ ഡയറക്ട്ലി ബിയുടെ വാല്യൂ എന്ത് കിട്ടി? 1 കിട്ടി അല്ലെ? ബിയുടെ വാല്യൂ ബി ഇൻറ്റു 1 ബി ആണ്. സോ ബി ഈക്വൽ ടു 1 കിട്ടി. സോ ഇനിയിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലാക്കിയാൽ മതി. ഈ എക്ക് പകരം തിരിച്ച് നിങ്ങൾ ആരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എക്ക് പകരം തിരിച്ച് ആരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബിക്ക് പകരം നിങ്ങൾ തിരിച്ച് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിലോട്ട് മാറും. ഇനിയിപ്പം ഇയാൾക്ക് പകരം എനിക്ക് വേണ്ട ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അതാണ് ഇവിടുത്തെ ലക്ഷ്യം. സോ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ മാറാൻ പോവാണ്. ഈക്വൽ ടു ഇയാൾക്ക് പകരം എനിക്ക് ഇനി ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ട? ഇയാള് -1 by ഇക്സഡ് മൈനസ് 1 പ്ലസ് 1 by ഇക്സഡ് മൈനസ് 2 ഇൻറ്റു സൈൻ പൈ ഇക്സഡ് സ്ക്വയർ പ്ലസ് കോസ് പൈ ഇക്സഡ് സ്ക്വയർ ഡി ഇക്സഡ്. ഇനിയിപ്പോ അടുത്ത ടേമിൽ ഇവരെ രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് അകത്തേക്ക് ഓപ്പൺ ചെയ്യുക. ഇന്റഗ്രൽ ഒരു മൈനസ് ഉണ്ട്, മൈനസിനെ മാറ്റി നിർത്തി സൈൻ പൈ ഇക്സഡ് സ്ക്വയർ പ്ലസ് കോസ് പൈ ഇക്സഡ് സ്ക്വയർ. മൈനസിനെ മാറ്റി നിർത്തിയതിന് ശേഷമാണ് കേട്ടോ ഇവിടെ കയറ്റിയിട്ട് ഈ ഒരു ബ്രാക്കറ്റ് ഇട്ടില്ലെന്ന് വെച്ചോ. അപ്പൊ അതിന്റെ അർത്ഥം എന്തോ? ഈ മൈനസ് എന്ന് പറയുന്നത് സൈൻ പൈ ഇക്സഡ് സ്ക്വയറിന് മാത്രം ഉള്ളതെന്ന് അതിന്റെ അർത്ഥം. അങ്ങനത്തെ മിസ്റ്റേക്ക് ഒന്നും ചെയ്യരുത്, ഫൈനൽ ആൻസർ തന്നെ തെറ്റിപ്പോകും. അപ്പൊ ഈ ഒരു മൈനസിന് ശേഷം ഒന്നിൽ കൂടുതൽ ടേംസ് വന്നാൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ എന്തിട്ടിരിക്കണം? ബ്രാക്കറ്റ്. ബേസ് പ്രശ്നമുള്ളവർക്കാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. മൈനസിന് ശേഷം ഇങ്ങോട്ട് വരുന്നത് ഒന്നിൽ കൂടുതൽ ടേംസ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഉറപ്പായിട്ടും ബ്രാക്കറ്റ് ഇടണം. അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അപ്പൊ ഇയാൾക്കും മൈനസ് ഇയാൾക്കും മൈനസ്, അപ്പൊ രണ്ടുപേർക്കൂടാണ് ആ മൈനസ്. അപ്പൊ നിങ്ങൾ എഴുതിയപ്പോൾ ഈ ഒരാൾക്ക് മാത്രമായിട്ട് ആ മൈനസ് ഒതുക്കി കളയരുത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റ് ഉൾപ്പെടെ വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ബൈ എന്തുണ്ട്? ഇക്സഡ് മൈനസ് 1 പ്ലസ് ഇനിയിപ്പം ആ ഈ ഇന്റഗ്രലും ഈ ഫുൾ സംഭവങ്ങളും ഇവിടെ ഒരു dxd ഉണ്ട് കേട്ടോ. dxd ഞാൻ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തും കൂടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഇന്റഗ്രലും
ഇയാളെയും ഇയാൾക്ക് കൊടുത്തു, dx ഉൾപ്പെടെ ഇയാൾക്ക് കൊടുത്തു, പ്ലസ് ഇതേ ഇന്റഗ്രലും ഇതും dx കൂടെ ഈ രണ്ടാമത്തെ ആൾക്കും കൂടെ അകത്തോട്ട് കയറി വരും. അപ്പൊ ഇന്റഗ്രൽ അകത്തോട്ട് കയറിപ്പോയി. ബാക്കി ഈ സൈൻ പൈ ഇസഡ് സ്ക്വയർ പ്ലസ് കോസ് പൈ ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്തുണ്ടായിരുന്നു, ഒരു ഇക്സഡ് മൈനസ് 2 ഉണ്ടായിരുന്നു. ആ dx കൂടെ അകത്തോട്ട് കയറി വന്നു. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം, ഈ ഒരു ഇന്റഗ്രൽ സൈനും dx സൈൻ പൈ ഇസഡ് സ്ക്വയറും ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. അത്രേ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇന്റഗ്രൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയും, രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇനിയിപ്പോ നല്ലോണം ശ്രദ്ധിച്ച്, രണ്ടുപേരും ഉള്ളിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, രണ്ടുപേരും ഉള്ളിലാണ്. ഇത് ഉള്ളിലാണെങ്കിലുള്ള ആൻസർ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എനിക്ക് 2πi f of n എഴുതാം അല്ലെ. സോ എഫ് ഓഫ് ഇക്സഡ് ആണ് മുകളിൽ കിടക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും, ഒരു മൈനസ് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. ഇതിന്റെ ആൻസർ എന്താ വരുന്നത്, 2πi f of 1 അല്ലെ. എഫ് ഓഫ് എ എന്ന് പറയുന്ന ആരാ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന ആരാ 1. അപ്പൊ എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 1. എഫ് ഓഫ് 1 കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇക്സഡിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു മൈനസ് ഇയാൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മൈനസിന്റെ ആ ഒരു ബ്രാക്കറ്റ് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തു. പ്ലസ് ഇവിടെ എന്ത് വരും, 2πi f of 2. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൈനസ് 2πi f of 1. അപ്പൊ എഫ് ഓഫ് ഫിക്സഡ് മൈനസിന് ശേഷമുള്ള ആളാണ്. മൈനസ് ഇവിടെയുണ്ട്, മൈനസിന് ശേഷമുള്ള ആളാണ് നമ്മുടെ എഫ് ഓഫ് ഫിക്സഡ്. അപ്പൊ ഞാൻ നമ്മുടെ എഫ് ഓഫ് ഫിക്സഡിനെ ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ വേണ്ടി എഴുതുവാണ്. എഫ് ഓഫ് ഫിക്സഡ് എന്ന് പറയുന്ന ആരാണ്, സൈൻ പൈ ഇക്സഡ് സ്ക്വയർ പ്ലസ് കോസ് പൈ ഇക്സഡ് സ്ക്വയർ. അപ്പൊ നമ്മുടെ എഫ് ഓഫ് ഫിക്സഡ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ആരെ കണ്ടുപിടിക്കണം, എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം അല്ലെ. എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു സൈൻ പൈ 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പൊ സൈൻ പൈ, കോസ് പൈ 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പൊ കോസ് പൈ. സോ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് സൈൻ എൻ പൈ ഞാൻ ഏതാണ്ട് സൈഡിലോട്ട് എഴുതിയിട്ടുണ്ട്. സൈൻ എൻ പൈ എന്ന് പറയുന്നത് 0 ആണ്. സൈൻ എൻ പൈ എന്താണ്, 0. അപ്പൊ സൈൻ 1π എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0. സൈൻ 2π എന്തായിരിക്കും, 0. കോസ് 2π എന്തായിരിക്കും, 0. അപ്പൊ സൈൻ പൈ 0 പ്ലസ് കോസ് എൻ പൈ ഞാൻ തന്നെ സൈഡിലോട്ട് എഴുതിയിട്ടുണ്ട്, മൈനസ് 1/n. കോസ് എൻ പൈ എന്താണ്, മൈനസ് 1/n. മുമ്പ് ഇതൊന്ന് മെൻഷൻ ചെയ്തതാണ്. അപ്പൊ കോസ് 1π എന്ത് വരും, മൈനസ് 1/1. ആൻസർ എന്ത് തന്നെയാണ്, -1. സോ ആൻസർ ഈസ് -1. സോ ആൻസർ ഈസ് സിംപ്ലി -1. അപ്പൊ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്, -1. നെക്സ്റ്റ് 2πi f of 2 വേണം. എഫ് ഓഫ് ഫിക്സഡ് മുകളിൽ കിടപ്പുണ്ട്. അവിടെ എഫ് ഓഫ് ഫിക്സഡ് എന്ന് പറയുന്നത് എന്താണ്, സൈൻ പൈ ഇക്സഡ് സ്ക്വയർ പ്ലസ് കോസ് പൈ ഇക്സഡ് സ്ക്വയർ. എഫ് ഓഫ് 2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ എന്ത് വരും, സൈൻ 2 സ്ക്വയർ എന്താണ്, 2 സ്ക്വയർ 4, സൈൻ 4π പ്ലസ് കോസ് 2 സ്ക്വയർ 4 ആണ് 4π പറഞ്ഞു. ഇനി നിങ്ങൾ മെന്റലി ചെയ്യുന്നുണ്ടോ, സൈൻ n പൈ -1/n, സൈൻ 4π, സൈൻ n പൈ 0. അപ്പൊ സൈൻ n പൈ 0 കഴിഞ്ഞു. പ്ലസ് ഇനി കോസ് n പൈ -1/n, കോസ് 4π -1/4. -1/4 എന്തുവാ, 1. -1ന്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ 1ഉം, -1ന്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ -1 ആണ്. അപ്പൊ സോ കോസ് 4π 1 ആണ്. സോ ആൻസർ ഈസ് 1. അപ്പൊ നമ്മുടെ അവസാനത്തെ ആൻസർ എഴുതാനായിട്ട് ആവശ്യമുള്ളവരെ കേട്ടിട്ടുണ്ട്. -2πi f of 1. f of 1 എന്താ കിട്ടി, -1 പ്ലസ് ഇൻറ്റു -1, -2πi -1 പ്ലസ് നെക്സ്റ്റ് 2πi f of 2. 2πi f of 2 ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി, 1. സോ ദിസ് ഈസ് ഈക്വൽ ടു ഈ മൈനസും ചേർന്ന് എന്താവും, -2πi -1 പ്ലസ് 2πi ആവും അല്ലെ. പ്ലസ് ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2πi ആയി. ബാക്കി എന്തുണ്ട്, 2πi × 1 2πi തന്നെ, 2πi പ്ലസ് 2πi 4πi. പരിപാടി കഴിഞ്ഞു. നമ്മുടെ ആൻസർ ആയി 4πi, 4πi, 4πi. കണ്ടോ, നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. സോ നല്ലതായിട്ട് ചെയ്ത് പഠിച്ചോ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സോ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്, ഈ ഒരു ഫോർമുല നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു. Then closed interval of the region C f of x by x minus a raised to n plus 1 വന്നു കഴിഞ്ഞാൽ, അതായത് x minus a യുടെ പവറിൽ ഇവിടെ നിലവിൽ 1 ആണ്, അത് മാറി വേറൊരു നമ്പർ വന്നാൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ വേറൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ ഫോർമുലയ്ക്ക് മാറ്റം വരും. 2πi n factorial into f raised to n എന്ന് വായിക്കരുത്. f raised to n എന്ന് നിലവിൽ വായിച്ചോളൂ. പക്ഷെ ശരിക്കും അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് n-ന്റെ വാല്യൂ 1 ആണെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് 2 വന്നെന്ന് വെച്ചോ, നമ്മൾ അതിനെ എങ്ങനെ എഴുതണം, 1 + 1 എന്ന് എഴുതണം. അപ്പൊ n-ന്റെ വാല്യൂ 1.
ഇവിടെ 3 വന്നെന്ന് വെച്ചോ, നമ്മൾ അതിനെ 2 + 1 എന്ന് എഴുതണം. അപ്പൊ എന്നിന്റെ വാല്യൂ 2. അത് തെറ്റിക്കരുത്, അത് തെറ്റിയാൽ ബാക്കിയെല്ലാം തെറ്റിപ്പോവും. ഇവിടെ 4 ആണ് വരുന്നതെങ്കിൽ എന്നിന്റെ വാല്യൂ 3. ആ എന്നിന്റെ വാല്യൂ ആണ് ബാക്കിയുള്ള എല്ലായിടത്തും വരുന്നത്. അല്ലാതെ ഇവിടെ വരുന്ന നമ്പർ നേരെ കയറി ഇവിടെ കൊടുക്കരുത്, അത് മിസ്റ്റേക്ക് ആയി പോകും കേട്ടോ. സോ 2πi. ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ ഒരു സ്ക്വയർ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെ 1 + 1 എന്ന് എഴുതിയിട്ട് വേണം എന്നിന് പകരം 1 കൊടുക്കാൻ. മനസ്സിലായല്ലോ? അപ്പം ഇപ്പം സപ്പോസ് എന്നിന്റെ വാല്യൂ 1 ആണെന്ന് വെച്ചോ, 2πi/1 ഫാക്ടോറിയൽ ഇൻറ്റു f ഡാഷ് എന്ന് വേണം വായിക്കാൻ. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. 1 എന്ന് വായിക്കില്ല, f⁻1 എന്ന് വായിക്കില്ല, f ഡാഷ് ഓഫ് എ. ഇപ്പൊ എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ f ഡബിൾ ഡാഷ് ഓഫ് എ, എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ f ട്രിപ്പിൾ ഡാഷ് ഓഫ് എ. അപ്പൊ ആ ഒരു ലോജിക് അങ്ങോട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് സിംഗുലർ പോയിന്റ്, 3 സിംഗുലർ പോയിന്റ്സ് ഉണ്ടല്ലോ ഇവിടെ. ഒന്ന് x(-1) ഇൻറ്റു x(+2) 0 ആണ്. നിങ്ങൾ എക്സാമിന് x(-1) 0 അവിടുന്ന് x(1) മാത്രം എഴുതി വെക്കരുത്. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണത്. x(1) മാത്രം എഴുതരുത്. അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതിന് 2 ആൻസർ വേണ്ടേ? 2 ആൻസർ വേണമെന്ന് പറയുമ്പോൾ 2 ആൻസറുകൾ ഏതൊക്കെയാ? അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ എഴുതും, x(-1) ഇൻറ്റു x(+2) എന്ന് തന്നെ എഴുതുവാണ്. ഈക്വൽ ടു എന്താണ്? 0. അപ്പൊ x(-1) ഇൻറ്റു x(-1) ആണ് x(-1) അപ്പൊ x(1) 1 2 -2 ഇങ്ങനെ എഴുതാൻ പറ്റണം. 1 ഇപ്പൊ ഇവിടുന്ന് 0 ടിക്കറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും, ഇത് 0 ടിക്കറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും, ഇത് 0 ടിക്കറ്റ് ചെയ്യുമ്പോൾ -2 കിട്ടും. അപ്പൊ 1 1 -2 നമുക്ക് 3 ആൻസറുകൾ കിട്ടുന്നുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ കേർവ് വരച്ച് നോക്കാം. ഇനിയിപ്പോ നിങ്ങൾ സൈഡിലോട്ട് പോയിട്ട് ആ കമ്പയർ ചെയ്യുന്ന സംഭവം ഒന്നും വേണ്ട, ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ചേ. z മൈനസ് a = r. a എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ സെന്റർ എന്ന് പറയുന്നത് 2 ആണ്, പോസിറ്റീവ് 2 ആണ്. സോ 2 റേഡിയസ് 2 ആണ്. അപ്പൊ തന്നെ ഇങ്ങനെ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു സർക്കിൾ ആയിരിക്കും അത്, അല്ലെ? സെന്റർ 2 ആണ്, റേഡിയസ് 2 ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് പാസ് ത്രൂ ഒറിജിൻ. നെക്സ്റ്റ് 1 1 ഉറപ്പായിട്ടും അകത്തായിരിക്കുമല്ലോ. 1 1 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അകത്താണ്. -2 ഉറപ്പായിട്ടും പുറത്താണ്. അപ്പൊ -2 എന്ന് പറയുന്നത് പുറത്താണ്. അപ്പൊ 1 1 അകത്താണെന്ന് മനസ്സിലായി, -2 പുറത്താണെന്ന് മനസ്സിലായി. അപ്പൊ 1 1 അകത്താണ്, അപ്പൊ -2 പുറത്താണ്. അപ്പൊ നിങ്ങൾ അറിയാം, ഇങ്ങനെ 3 പേര് വന്നു, ഒരാൾ പുറത്തുണ്ടെങ്കിലേ ആ പുറത്തുള്ള ആളെ ആ ഫംഗ്ഷന്റെ കൂടെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ബാക്കി അകത്തുള്ള ആളെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരണം. നമ്മുടെ ഈ ഒരു ഫോർമാറ്റിലേക്ക് ആക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള എളുപ്പവഴികളൊക്കെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ അന്ന് അറേഞ്ച് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ അറേഞ്ച്ഡ് ആവും? z² z+2 0 അല്ലെങ്കിൽ z പുറത്താണ്. സോ അപ്പൊ z+2 എന്നുള്ളത് ആ ഫംഗ്ഷന്റെ കൂടെ അങ്ങ് കയറി പോകും. ബൈ നമുക്ക് അകത്ത് നമുക്ക് ആൻസർ കിട്ടുന്ന ആള് മാത്രം താഴെ വന്നാൽ മതി. അതായത് നമ്മുടെ കേർവിന്റെ അകത്ത് സിംഗുലർ പോയിന്റ് ഉള്ള ആൾ മാത്രം മതി താഴെ. അകത്ത് ആളുള്ളതുകൊണ്ട് ആരാണ്? x(-1)². കാരണം z=1 എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് കിടക്കുന്നത്. അവിടെ 2 സിംഗുലർ പോയിന്റ്സ് ഉണ്ട്, dx. സോ അതാണ് റേസ് ടു ഒരു പവർ വന്നുണ്ടോ. അപ്പൊ അതിന്റെ ഈ ഫോർമാറ്റ് റേസ് ടു ആരും ഇല്ലെങ്കിൽ ആദ്യത്തെ ഫോർമുല, റേസ് ടു ഒരു പവർ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ dx. അപ്പൊ കണ്ടോ, ഈ മുകളിൽ കിടക്കുന്ന ആളാണ് നമ്മുടെ f(x). ഇപ്പൊ നമ്മൾ ഫസ്റ്റിലെ f(x) ഒന്ന് സൈഡിലോട്ട് ഒന്ന് മാറ്റിയിട്ടേക്കാം. f(x) എന്ന് പറയുന്നത് എന്താണ്? x² / x+2 ആണ് നമ്മുടെ f(x). കമ്പയർ ചെയ്യുകയാണെങ്കിൽ a യുടെ വാല്യൂ എന്താണ്? 1. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. a യുടെ വാല്യൂ എന്താണ്? 1. സോ a = 1 ആണ്. ദെൻ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ നമ്മൾ ഈ ഒരു രീതിയിലോട്ട് മാറ്റണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തോ n+1 അല്ലെ. അപ്പൊ ഈ 2-നെ ഞാൻ എങ്ങനെ എഴുതണം? ഒരു +1 എനിക്ക് കിട്ടിയേ പറ്റൂ. അപ്പൊ ആൻസർ 2 വരണം. എനിക്ക് ഇവിടെ ഒരു +1, എനിക്ക് അക്കോർഡിംഗ് ടു ദ ഫോർമുല എനിക്ക് ഇവിടെ ഒരു +1 കിട്ടിയേ പറ്റൂ. ഓൾറെഡി ഇവിടെ 2 ആയിരുന്നു. അപ്പൊ എന്തിന്റെ കൂടെ +1 ചെയ്യുമ്പോൾ ആൻസർ 2 കിട്ടുന്നത്? 1. ക്ലിയർ ആയോ? സപ്പോസ് നീ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ 3 ആണെന്ന് വെച്ചോ, എനിക്ക് ഇവിടെ ഒരു +1 കിട്ടിയേ പറ്റൂ. അപ്പൊ ഞാൻ ആദ്യം ഒരു +1 ഇടും. 3 കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്ത് ആരെ കൂട്ടണം? 2 കൂട്ടണം. ലോജിക്ക് പിടി കിട്ടുന്നുണ്ടോ? അപ്പൊ നമ്മുടെ എന്നിന്റെ വാല്യൂ ആ ക്വസ്റ്റിന് 2 ആയിരിക്കും. ഈ ക്വസ്റ്റിന് എന്നിന്റെ വാല്യൂ എന്താണ്? 1. അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിന്റെ വാല്യൂ 1 കിട്ടിയോ? കണ്ണും പൂട്ടിയതാണ്ട റൈറ്റിലോട്ട് എന്നിന്റെ വാല്യൂ 1 കൊടുത്താൽ മതി. 2πi/1 ഫാക്ടോറിയൽ ഇൻറ്റു f ഡാഷ്. f(1) എന്ന് കയറി എഴുതരുത്, f ഡാഷ്. 2 ആണെങ്കിൽ, എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ f ഡബിൾ ഡാഷ്, f ഡാഷ് ഓഫ് a. എയുടെ വാല്യൂ കമ്പയർ ചെയ്ത് എയുടെ വാല്യൂ എന്താണ്? സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്താണ്? 1. f ഡാഷ് 1. ഓക്കെ. അപ്പൊ 1 ഫാക്ടോറിയൽ എന്ത് തന്നെയാണ്? ഒന്നുകൂടെ സിമ്പിൾ ചെയ്ത് എഴുതാം. 2πi/1 ഫാക്ടോറിയൽ 1 തന്നെയാണ്. ബാക്കി എന്തുണ്ട്? f ഡാഷ് 1. സോ ഇത്രയും കണ്ടുപിടിക്കണം. f ഡാഷ് x കണ്ടുപിടിക്കണം. x ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് f ഡാഷ് 1 ആയിക്കോളൂ. നമ്മുടെ ആൻസറിലേക്ക് വന്നോളൂ. f ഡാഷ് x ഈക്വൽ ടു മോളിലെ ഫംഗ്ഷൻ താഴെ ഫംഗ്ഷൻ കോഷ്യന്റ് റൂൾ, ഡിനോമിനേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ്. ഡിനോമിനേറ്റർ z+2
into derivative of numerator x square derivative 2x minus numerator x square into derivative of denominator x plus 2 ആണ് denominator x derivative with respect to x 1 ആണ് 2 derivative 0 ആണ് so simply നമ്മുടെ ആൻസർ 1 ആണ് whole divided by denominator square x plus 2 whole square ഇതൊക്കെ പെട്ടെന്ന് പോകേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ 2x into x 2x square 2 into 2 4x 2x into x 4x minus x square divided by x plus 2 whole square is equal to 2x square and 1x square പോയാ ബാക്കി 1x square plus 4x divided by x plus 2 whole square ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പോകണം കേട്ടോ ഇതൊക്കെ നമ്മൾ കൊച്ചിലെ അല്ല പ്ലസ് 2 തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ് സോ ഫസ്റ്റ് ക്വസ്റ്റൻ റൂൾ ഒന്നുകൂടെ പറയാം ഡിനോമിനേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ x ഡെറിവേറ്റീവ് 2x മൈനസ് ന്യൂമറേറ്റർ x സ്ക്വയർ ഇൻടു x plus 2 ഡെറിവേറ്റീവ് 1 ആയി ഇപ്പോൾ കാരണം x ഡെറിവേറ്റീവ് 1 ആണ് 2 ഡെറിവേറ്റീവ് 0 ആണ് 1 plus 0 1 ആണ് ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ x plus 2 ന്റെ ഹോൾ സ്ക്വയർ ന്യൂമറേറ്റർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2x into x square plus 2x into 2 4x minus x square by x plus 2 whole square 2x square is x square by ബാക്കി ഒരു x square plus 4x divided by x plus 2 whole square ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് വാല്യൂ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി f dash x നമ്മളിലുണ്ട് നെക്സ്റ്റ് f dash 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി 1 സ്ക്വയർ 1 plus 4 into 1 4 divided by 1 plus 2 3 3 യുടെ സ്ക്വയർ ഇതൊക്കെ എങ്ങനെ 4 1 5 3 ന്റെ സ്ക്വയർ 9 സിംപ്ലി ആൻസർ ഈസ് 5 by 9 അതും കൊടുക്കുക 2 pi I into 5 by 9 2 into 5 10 ബാക്കി pi I divided by 9 കഴിഞ്ഞു 10 pi I by 9 ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്ത് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആണ് ടൈലർ സീരീസ് പിന്നെ ലോറൻസ് സീരീസ് ഉണ്ട് അത് ചെയ്തെടുക്കുന്ന രീതികളൊക്കെ സെയിം ആണ് നമുക്ക് ഒരു പോയിന്റ് തരുമ്പോൾ മറ്റേ നമ്മൾ ഒരു റീജിയൻ തന്നെ തരും അപ്പൊ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ സീരീസ് ഫോമിൽ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അത് എങ്ങനെ ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങോട്ട് തുടങ്ങി തരാം ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തെടുത്തോണം കേട്ടോ സോ ടൈലർ സീരീസ് പഠിക്കുമ്പോൾ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഇത്രയും ഫോർമാറ്റുകൾ കാണാതെ അറിഞ്ഞിരിക്കണം 1 plus x raised to minus 1 എന്ന് പറയുന്നത് 1 minus x plus x ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസും പ്ലസും വരും എല്ലാം ഇപ്പൊ ഇത് രണ്ടുമാണ് എക്സ്പാൻഷൻ സെയിം ആണ് പക്ഷെ ആ പ്ലസിലും മൈനസിലും വരുന്ന വ്യത്യാസങ്ങൾ 1 മൈനസ് ആണ് ഇവിടെ നടുക്ക് മൈനസ് ആണെങ്കിൽ റേസ് ടു -1 ആണെങ്കിൽ നടുക്ക് എല്ലായിടത്തും പ്ലസ് ആയിരിക്കും ഇവിടെ നടുക്ക് പ്ലസ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസും പ്ലസും വരും അപ്പൊ ആദ്യമേ തുടങ്ങുന്നത് മൈനസിലാണ് പിന്നീടാണ് പ്ലസ് അങ്ങനെ വരുന്നത് e raised to x നമുക്ക് ഓൾറെഡി അറിയാം e raised to x ന്റെ സ്റ്റാൻഡേർഡ് എക്സ്പാൻഷൻ പഠിച്ചു വെച്ചോ 1 plus x plus x square by 2 factorial plus x cube by 3 factorial plus etc അത് അങ്ങനെ പോകുന്നതാണ് കേട്ടോ sin x ന്റേത് x minus x cube by 3 factorial plus x raised to 5 by 5 factorial അങ്ങനെ പോകും cos x ന്റേത് 1 minus x square by 2 factorial plus x raised to 4 by 4 factorial അപ്പോൾ sin ആകുമ്പോൾ എല്ലാം ഓഡ് പവറുകളാണ് cos ആകുമ്പോൾ ഈവൻ പവറുകളാണ് നമുക്ക് വരുന്നത് അപ്പോൾ sin hx കൂടെ പഠിച്ചോ ഇടയ്ക്കൊക്കെ വരാറുണ്ട് sin hx എന്ന് പറയുമ്പോൾ sin x ന്റെ ഫോർമുലയിൽ തന്നെ ഫുൾ സൈൻ പ്ലസ് ആക്കിയാൽ മതി x plus x cube by 3 factorial plus x raised to 5 by 5 factorial plus etc പോവും cos hx അഥവാ ഹൈപ്പർബോളിക് ആണ് വരുന്നതെങ്കിൽ cos ന്റെ ഫോർമുലയിൽ എല്ലാം പ്ലസ് ആക്കിയാൽ മതി 1 plus x square by 2 factorial plus x raised to 4 by 4 factorial അങ്ങനെ പ്ലസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതെല്ലാം പ്ലസിലാണ് പോകുന്നത് കേട്ടോ സോ ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് z equal to 3 ആണ് സോ z equal to 3 എന്ന് പറഞ്ഞാൽ നമുക്ക് z minus 3 കൊണ്ടുവരണം ഞാൻ ഇതിന്റെ തിയറി ഞാൻ പറയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇപ്പൊ ഞാൻ അതെല്ലാം പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പൊ എങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാം അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ സോ z minus 3 നമുക്ക് കൊണ്ടുവരണം അപ്പൊ നമുക്ക് f of x എന്ന് പറയുന്നത് അപ്പൊ z minus 3 യുടെ ടേംസിൽ വേണം നമുക്ക് ഇനി എക്സ്പാൻഡ് ചെയ്ത് പോകാൻ അതാണ് അവിടുത്തെ ലോജിക്ക് f of x എന്ന് പറയുന്നത് എന്താണ് 1 by x plus 1 ആണ് നമുക്ക് z minus 3 കൊണ്ടുവരണം ഞാൻ z minus 3 കൊണ്ടുവന്നു ഈ -3 ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു +3 കൊടുത്തു ഓൾറെഡി ഇവിടെ ഒരു +1 ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റെപ്പ് ഓക്കെ ആക്കണം എനിക്ക് കൊണ്ടുവരേണ്ടത് z-3 ആണ് അത് ഞാൻ കൊണ്ടുവന്നാൽ ചുമ്മാ ഒരാളെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു +3 കൊടുത്തു ഓൾറെഡി ഇവിടെ ഒരു +1 ഉണ്ടായിരുന്നു അത് വിട്ടു സോ z-3 അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ അങ്ങ് സിംപ്ലിഫൈ ചെയ്തോ z-3 ബാക്കി എന്ത് വരും 3 + 1 എന്ത് വരും 4 അപ്പൊ നമുക്ക് കൊണ്ടുവരേണ്ടത് ഈ സീരീസ് ഒക്കെ ഒരു 1 പ്ലസ് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ സൈനും കോസും ഒന്നും ഇല്ലെങ്കിൽ 1 പ്ലസ് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ 1 മൈനസ് ഒരു ഫംഗ്ഷൻ ആ ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് 4 പുറത്തെടുക്കും 4 പുറത്തെടുത്താൽ ബാക്കി എന്ത് വരും 1 plus z-3 by 4 വരും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ 4 പ്ലസ് ഇവിടെ 4 4 കട്ടായാൽ തിരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് z-3 കിട്ടുന്നുണ്ട് സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by 4 ഇൻറ്റു ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം ഇത് റേസ് ടു 1 ആണ് മുകളിൽ പോകുമ്പോൾ ഹോൾ റേസ് ടു -1 ആവും 1 plus z-3 by 4 റേസ് ടു എന്താവും -1 ഇതിപ്പോ ഏത് ഫോർമാറ്റിലാണ് നിൽക്കുന്നത് 1 plus x raised to -1 എന്നുള്ള ഫോർമാറ്റിലാണ് നിൽക്കുന്നത് ഒന്നും ചെയ്യേണ്ട ഈ x കാണുന്നിടത്തെല്ലാം
ഇപ്പൊ നമ്മുടെ എക്സിന്റെ പ്ലേസിൽ എന്താണോ ആ ആൻസർ അങ്ങോട്ട് കൊടുത്താൽ മതി, എക്സ്പാൻഷൻ ആയി. ഇത്രയുള്ള ഇവിടുത്തെ ലോജിക്ക്. ഇത്രയിൽ ഒരുപാട് ക്വസ്റ്റൻ ഉണ്ട്, എല്ലാം സെയിം ലോജിക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് നോക്കിയോ. 1+ അല്ലെങ്കിൽ 1- കൊണ്ടുവരണം, കറസ്പോണ്ടിങ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 1+ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ തുടങ്ങേണ്ടത് 1-. x1- എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആൻസർ തുടങ്ങേണ്ടത്. എക്സിന് പകരം നമ്മൾ ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? z - 3/4, അത് ബ്രാക്കറ്റ് ഇട്ടോണം. പ്ലസ് x² എന്ന് പറയുമ്പോൾ z - 3/4ന്റെ സ്ക്വയർ മൈനസ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇതാണ് നമ്മുടെ എക്സ്പാൻഷൻ. ഇതാണ് നമ്മുടെ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിന്റെ വാലിഡിറ്റി റീജിയനും കൂടെ ഒന്ന് ഓർത്തു വെച്ചോ. ഈ ബ്രാക്കറ്റിനകത്ത് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ദാറ്റ് ടേം ലെസ് ദാൻ 1. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും കേട്ടോ. മോഡുലസ് ഓഫ് z - 3/4 ലെസ് ദാൻ 1 ഈ ഒരു സീരീസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ 4 റൈറ്റിലേക്ക് കൊടുത്ത് z - 3 ലെസ് ദാൻ 4 എന്നും കൂടി ഇട്ടാൽ സംഭവം അവിടെ ക്ലിയർ ആയി. അത്രേ ഉള്ളൂ ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ. അതിന്റെ വാലിഡിറ്റി റീജിയനും കൂടെ താഴെ ഒന്ന് എഴുതി വെച്ചോണം. ഇവിടം വരെ എഴുതിയാലും നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചോദിക്കുന്നില്ലെങ്കിൽ ഇവിടം വരെ എഴുതിയാലും നമുക്ക് അതിന്റെ മാർഗം കിട്ടിക്കോളും കേട്ടോ. അപ്പൊ ക്ലാസ് മാക്സിമം ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സോ മാക്സിമം ഷെയർ ചെയ്യുക. സോ ഇറ്റ്സ് മീ ശരത് സൈനിങ് ഔട്ട്.